വ്യോമാക്രമണത്തിന് പിന്നാലെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയെയും ഭാര്യയെയും ബന്ദിയാക്കി അമേരിക്ക. ഇരുവരെയും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. തലസ്ഥാനം കാരക്കാസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അമേരിക്ക അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. പി ജെയിംസ് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. പി ജെയിംസ്, ഈ ആക്രമണം നടത്തി എന്നുള്ള കാര്യം അമേരിക്ക സ്ഥിരീകരിക്കുന്നു. മറ്റൊന്ന്, ഈ മദുരോയും ഭാര്യയും ഞങ്ങളുടെ തടവിലാണ്, ഞങ്ങൾ ബന്ദിയാക്കിയിട്ടുണ്ടെന്ന കാര്യം അമേരിക്ക സ്ഥിരീകരിക്കുന്നു. പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് പി ജെയിംസ്? റീജിത്തെ വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിൻസുലയിൽ നിന്ന് വരുന്നത്. വെനിൻസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡോറോയെയും ഭാര്യയെയും അവിടെ നടന്ന ഒരു അമേരിക്കൻ ആക്രമണത്തിൽ പിന്നാലെ അവരെ പിടികൂടി വെനിൻസുലയിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നു. അമേരിക്കയിലേക്കാണ് കൊണ്ടുപോയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല. 10 വർഷം 2012-13 കാലഘട്ടത്തിൽ അവിടെ അധികാരത്തിലെത്തിയ മഡൂറോ ഹ്യൂഗോ ഷാവേസിന് ശേഷം ഏതാണ്ട് വെനിൻസുലയുടെ സർവാധിപതിയായിട്ട് വാഴുകയായിരുന്നു. കഴിഞ്ഞ തവണ നടന്ന 24 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു എന്ന് പല റിപ്പോർട്ടുകളും വന്നെങ്കിലും ജയിച്ചതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പിന്നാലെ വന്നു. പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇത്തവണ നൊബേൽ സമാധാന സമ്മാനം ലഭിച്ച മറിയ കൊറി മച്ചോഡോ അവര് പ്രസിഡന്റായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവര് അമേരിക്കയുടെ പിന്തുണയുള്ള പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ ദിവസം നൊബേൽ സമ്മാനം നേടാനായിട്ട് അത് വാങ്ങിക്കാൻ അവര് പോയത് ഈ സർക്കാരിനെ മറവെച്ചുകൊണ്ടാണ്. എന്തായാലും ഈ മഡൂറോ പിടിക്കപ്പെടുന്നതിന് മുമ്പേ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അടിയന്തരാവസ്ഥയുടെ അവിടുത്തെ സൈന്യമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക നടത്തിയത് കാരക്കാസ് എന്ന തലസ്ഥാനത്ത് വലിയ സ്ഫോടനങ്ങൾ, അവിടുത്തെ ഹിഗോർത്തോ എന്ന വ്യോമ താവളത്തിൽ, അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിലൊക്കെ 5-6 നഗരങ്ങളിൽ വൻ ആക്രമണമാണ് നടത്തിയത്. ഇത് മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമാണെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും മഡൂരോയെ അധികാരത്തിൽ നിന്ന് മാറ്റി അമേരിക്കയ്ക്ക് താല്പര്യമുള്ള നേതാക്കളെ അവിടെ കൊണ്ടുവരിക തന്നെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും എണ്ണ സമ്പന്നമായ രാജ്യമാണ്. ആ രാജ്യത്ത് നിന്ന് വെനിൻസുലയിൽ നിന്നുള്ള കപ്പലുകളിൽ എണ്ണ കൊണ്ടുപോകുന്നത് ഉപരോധിച്ചിരുന്നു. 3 കപ്പലുകൾ അമേരിക്ക നേരത്തെ പിടിച്ചെടുത്തു. 30-ലേറെ ബോട്ടുകൾ അതിൽ മയക്കുമരുന്ന് കൊണ്ടുപോകുന്നുവെന്ന ആരോപണവുമായി കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലുമായി തകർത്ത് കളഞ്ഞു. 107 പേരാണ് കൊല്ലപ്പെട്ടത്. അനധികൃതമായിട്ട് അമേരിക്ക അന്തർദേശീയമായ ജലപാതയിൽ കയറി ആൾക്കാരെ കൊല്ലുന്നുവെന്നുള്ള ആരോപണം അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കയറി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളിതാ അവിടുത്തെ പ്രസിഡന്റ് മഡൂരോയെയും ഭാര്യയെയും പിടികൂടിയിരിക്കുന്നു, അവരെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്ലോറിഡയിലെ തന്റെ സ്വകാര്യ വസതിയായിട്ടുള്ള നേരത്തെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് നമ്മൾ കണ്ടതാണ്. ഭീഷണിയുടെ സ്വരത്തിൽ ഇരു രാജ്യങ്ങളും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ ലഹരിക്കടത്തടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാ പരിധികളും മറികടന്ന് ഒരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടെയുള്ള പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദിയാക്കി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്താണ് ലോകരാജ്യങ്ങൾ പ്രതികരിക്കുന്നത്? ഈ വെനസ്വേലൻ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ പി ജെയിംസ്? അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രധാനമായ ഒരു കാര്യമുള്ളത് റീജിത്തെ, റഷ്യയും ചൈനയും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. റഷ്യ വലിയ രീതിയിൽ മുന്നറിയിപ്പ് തന്നെ പറഞ്ഞിരുന്നു, അമേരിക്ക ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന്. മാത്രമല്ല റഷ്യ ഔദ്യോഗികമായിട്ട് രേഖാമൂലം കത്ത് അമേരിക്കയ്ക്ക് നൽകിയിരുന്നു. അവിടുത്തെ കപ്പലുകൾ, ഒരു കപ്പൽ റഷ്യയുമായി ബന്ധപ്പെട്ടതാണ്, ആ കപ്പലിനെ ഉപരോധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റഷ്യ രംഗത്ത് വന്നിരുന്നു. ചൈനയുടെ 4 കമ്പനികൾക്കെതിരെ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. വെനിൻസുലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. എണ്ണ ഇനത്തിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിലെ 95% ചൈനയിൽ നിന്നാണ്. ചൈനയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ വീണ്ടും ബന്ധം വഷളാവുന്നൊരു അവസ്ഥയുണ്ടാവും. കാരണം ചൈനയിലേക്ക് വെനിൻസുലൻ എണ്ണ പോകുന്നത് തടയുന്ന തരത്തിൽ അമേരിക്ക അവിടെ ഭരണം പിടിച്ചെടുക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വെനിൻസുലൻ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. നേരത്തെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഇറാഖ് ആക്രമിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് സദാം ഹുസൈനെ ഒരു ഗുഹയിൽ നിന്ന് അവർ പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ ലിബിയയിൽ നിന്ന് ഗദാഫിയെ, ലിബിയയിൽ ബറാക് ഒബാമയുടെ കാലത്താണ് അമേരിക്ക ഇതുപോലെ ആക്രമണം നടത്തി
ഈ അവിടുത്തെ ലിബിയൻ പ്രസിഡന്റായിരുന്ന മുഹമ്മർ ഗദാഫിയെ പിടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള കാര്യമാണ്. ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അദ്ദേഹം ഏകാധിപതിയാണെന്നുള്ള ആരോപണം ഉണ്ടായിരിക്കും. അതൊക്കെ അവിടുത്തെ ജനങ്ങൾ നോക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും ഒരു മിന്നലാക്രമണത്തിൽ പിടികൂടി കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു തരത്തിൽ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ മദുരോക്കെതിരായ വിമർശനങ്ങൾ അതിശക്തമായി ഉയർന്നു കേൾക്കുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹത്തിന്റെ ചേരിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നതൊക്കെ കേട്ടു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു രാജ്യം, അമേരിക്ക പോലൊരു രാജ്യം വെനസ്വേലയിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് അവരുടെ പ്രസിഡന്റിനെയും ഭാര്യയും ബന്ദിയാക്കി കൊണ്ടുപോകുന്നത്. നേരത്തെ തന്നെ ട്രംപിന്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ കേട്ടത് US വെനസ്വേല ബന്ധം വഷളാവുകയാണെങ്കിൽ അതിനൊരേ ഒരു കാരണക്കാരനേ ഉള്ളൂ, അത് യുദ്ധത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതിനൊരേ ഒരു കാരണക്കാരനേ ഉള്ളൂ, അത് മദുരോ എന്നായിരുന്നു. പി ജെയിംസ്, റീത്തെ ഒരു രാജ്യത്തെ ഒരു പ്രസിഡന്റിനോട് മാറാൻ ആവശ്യപ്പെടുക, എന്നിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, അതിന്റെ ഭാഗമായി 10-35 ബോട്ടുകൾ തകർക്കുക, അതിൽ ആൾക്കാരെ കൊലപ്പെടുത്തുക, 15,000 സൈന്യവുമായിട്ടാണ് ട്രംപ് കരീബിയൻ കടലിൽ കാത്തുകിടന്നത്. 10 യുദ്ധക്കപ്പലുകൾ. ആ 10 യുദ്ധക്കപ്പലുകളിലെ USS ഫോർഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ കപ്പലാണ്, വിമാനവാഹിനി യുദ്ധക്കപ്പൽ. 100-ലേറെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളുമായിട്ടാണ് അവിടെ കിടന്നത്. അപ്പം 100 കണക്കിന് യുദ്ധവിമാനങ്ങളും 10 വലിയ യുദ്ധക്കപ്പലുകളും 15,000 സേനയുമായി മാസങ്ങളായി അവിടെ തമ്പടിച്ചപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഈ സമാധാനത്തിന്റെ ദൂതനെന്ന് അവകാശപ്പെടുന്ന ട്രംപ് ഇസ്രായേലിലും യുക്രൈനിലൊക്കെ യുദ്ധം നിർത്താൻ നടക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയെന്ന് അവകാശപ്പെടുന്നു, കംബോഡിയയും തായ്ലൻഡുമായിട്ടുള്ള യുദ്ധം നിർത്തി, ഇങ്ങനെ ഒരുപാട് ആവശ്യപ്പെട്ട 10 മാസത്തിനുള്ളിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപ് തന്നെ ഇതാ വെനുൻസുലയിൽ വലിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. യുദ്ധമുഖം തുറന്നു ചോദിച്ചാൽ തിരിച്ചടിക്കാൻ ആൾക്കാരില്ല. കാരണം ഒരു കാര്യം വളരെ വ്യക്തമാണ് റീജിത്ത് പറഞ്ഞത്. കാരണം അവിടെ ഒരു ഏകാധിപതിയുടെ ശൈലിയിലേക്ക് മാറിയിരുന്നു അവിടുത്തെ പ്രസിഡന്റ് മഡൂറോ. അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വലിയ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നേനെ. അമേരിക്കയ്ക്ക് അവിടെ കയറാനുള്ള ഇത് ചെയ്തു കൊടുത്തത് അവിടുത്തെ സൈന്യത്തിൽ നിന്നും മറ്റുള്ളവർ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. $50 മില്യൺ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്നത് അമേരിക്ക. $50 മില്യൺ, $5 കോടി ഇൻറ്റു 90. അപ്പൊ എത്ര തുകയാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്നത്? അവിടുത്തെ സൈന്യത്തിൽ നിന്ന് തന്നെ ഒറ്റുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ചെയ്ത് സ്ഫോടനം നടത്തി വിരട്ടി അവിടുത്തെ യുദ്ധവിമാനങ്ങൾ അവിടെ ഇറങ്ങി ഈ അദ്ദേഹത്തിന് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെയും ഭാര്യയെയും പൊക്കിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം പോലെയാണ്. അവിടുത്തെ സൈന്യാധിപന്മാരെ, ആണവ ശാസ്ത്രജ്ഞരെ, ഇവൻ അവിടുത്തെ ആയത്തുള്ള ഖൊമേനി അവിടെ ഉണ്ട് എന്ന് വരെ അവർക്ക് അറിയാമെന്ന് പറഞ്ഞിരുന്നു. ആ തരത്തിൽ തന്നെയാണ് ഒരു പക്ഷേ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് മഡൂറോയെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരാണ് അവിടെ ഭരിച്ചിരുന്നത്. അമേരിക്കയുടെ ആവശ്യം അവിടുത്തെ എണ്ണ വേണം, മഡൂറോയെ കൊണ്ട് അത് കയ്യിൽ നിന്ന് കിട്ടില്ല, തനിക്ക് അനുകൂലമായിട്ടുള്ള, അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു സർക്കാർ അവിടെ വരണം. 1970-കളിലാണ് അവിടെ ഈ എണ്ണ ദേശസാൽക്കരിക്കുന്നത്. അതിനു മുമ്പ് അമേരിക്കൻ കമ്പനികളാണ് അവിടുത്തെ എണ്ണകൾ മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എണ്ണ സമ്പന്നമായ ഒരു രാജ്യത്തിൻ്റെ എണ്ണയെ കണ്ണും നട്ടുകൊണ്ടുള്ളത്. ഇറാഖിൽ കയറി സദാം ഹുസൈനെ ആക്രമിച്ചപ്പോഴും അമേരിക്ക ലക്ഷ്യം വെച്ചത് എണ്ണ തന്നെയായിരുന്നു. ഇപ്പം എണ്ണയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അവിടുത്തെ ധാതു സമ്പത്തുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഒരു ലോക പോലീസിന്റെ ഒരു നീക്കമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.